ഇനി ഒരു സ്ക്വയർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് രണ്ടായിട്ട് മടക്കണം. ഇതേപോലെ രണ്ടായിട്ട് മടക്കിയെടുക്കാം. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ മടക്കണം. താഴോട്ട് മടക്കണം. ഇവിടുന്ന് ഇങ്ങനെ അല്പം ഒന്ന് വിട്ടിട്ട് നേരെ നടുക്ക് മടക്കണ്ട. അല്പം ഒന്ന് താഴോട്ട് വിട്ടിട്ട് ഇവിടെ ഒന്ന് കോർത്ത് വരണം. ഇവിടെ ഒന്ന് കോർത്ത് വരണം. ഇവിടെ ഇത്രയും സ്ഥലം നമുക്ക് ഇങ്ങനെ മടക്കാതെ ഇട്ടേക്കണം. ഇത്രയും ദൂരം മടക്കാതെ ഇട്ടേക്കണം. എന്നിട്ട് നമുക്ക് ഒരു പെൻസിൽ എടുത്തിട്ട് നമുക്കിവിടെ ഒന്ന് വരച്ചു കൊടുക്കാം. പിന്നെ പെൻസിലിട്ടാണ് വരച്ചിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് നേരെ ഇതിൻ്റെ താഴെ വരെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഈ സൈഡിലും അതേപോലെ തന്നെ നേരെ ഇങ്ങനെ താഴെ വരെ ഒന്ന് വരച്ചു കൊടുക്കാം. ഈ ചിറവ് വന്ന ഭാഗം അത്രയും നമ്മളൊരു റെഡി ബഗ്ഗിനെയാണ് വരയ്ക്കുന്നത്. ഇങ്ങനെ വന്നു. ഇനി നമുക്ക് ഇത്രയും നമ്മൾ വരച്ചിരിക്കുന്ന ഭാഗം ഒന്ന് കറുപ്പിച്ചു കൊടുക്കാം. അതിനായിട്ട് ക്രയോണോ സ്കെച്ച് പെന്നോ നമുക്ക് ഉപയോഗിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സ്കെച്ച് പെന്ന് വെച്ചാണ് ഒന്ന് കറുപ്പിച്ചു കൊടുക്കുന്നത്. ഈസി ആയിട്ട് നമുക്കൊരു ലേഡി ബഗ് ഉണ്ടാക്കാൻ പറ്റുന്നതാണിത്. വലിയ പെയിൻറ്റ് ബ്രഷൊക്കെ വെച്ച് ഇതേപോലെ വരച്ചാൽ കുറച്ചുകൂടെ ഡാർക്ക്നെസ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുത്താലും മതി. ഇങ്ങനൊരു ഡാർക്ക്നെസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു പെയിൻറ്റ് കൂടെ കൊടുക്കാം. ഇവിടെ അല്പം ഒന്ന് കറുപ്പിച്ചു കൊടുക്കുക. അവിടെ സ്കെച്ച് പെന്ന് ഇത്തിരി പഴകിയതായതുകൊണ്ട് നമുക്ക് വാട്ടർ കളർ ഉപയോഗിക്കാം. നമ്മൾ ഇങ്ങനെ മടക്കണ ഭാഗം അത്രയും കറുപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സ്കെച്ച് പെന്ന് വെച്ച് തന്നെ നമുക്കതിൻ്റെ ചിറകിൽ ഒന്ന് കറുപ്പിച്ചു കൊടുക്കാം. ഒരു 3 4 5 തൊട്ട് മതി. കുറച്ച് വലുതായിരുന്നോട്ടെ. നമുക്ക് വലിയ ചിറകാണെങ്കിൽ വലുതായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇവിടെ അതേപോലെ തന്നെ അതേ സൈസിന് ഈ അറ്റത്ത് വേണമെങ്കിലും ഒന്ന് വരച്ചു കൊടുക്കാം. ഇവിടെ വരയ്ക്കാം, ഇവിടെ വരയ്ക്കാം, ഇവിടെ വരയ്ക്കാം, ഇവിടെ വരയ്ക്കാം. ഇത് ചേരുന്ന ഭാഗത്ത് നമ്മളൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം. അകത്തോട്ട് മടക്കാം. അകത്തോട്ട്, പുറത്തോട്ടല്ല, അകത്തോട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ മടക്കിയിട്ടുണ്ട്. ഇനി അതിനെ പതുക്കെ ഒന്ന് പുറത്തോട്ട് മടക്കുക. എന്നുവെച്ചാൽ അതിൻ്റെ നമുക്ക് തല ഒന്ന് പൊങ്ങി വരത്തക്ക രീതിയിൽ വേണം
രണ്ടായിട്ട് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് തന്നെ ഒന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കിയിട്ട് വീണ്ടും ഇങ്ങനെ കൊണ്ടുവന്നു. ഇനി നമുക്ക് 2 കണ്ണ് വരച്ചു കൊടുക്കാം അവിടെ. ബാക്കി ഭാഗത്തിൽ നമുക്കങ്ങ് ഒന്ന് കറുപ്പിച്ചു കൊടുക്കാം. ലേഡി ബഗിൻ്റെ തല എപ്പോഴും കറുത്താണ്ടിരിക്കുന്നത്. കണ്ണ് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതൊന്ന് കറുപ്പിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കറുപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക. ഈ ഭാഗം ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലേഡി ബഗ് ഒക്കെ റെഡിയായില്ലേ? ഇവിടെ പൂവുണ്ട്, പൂവിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ചിത്രശലഭമൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് പല കളറിലും ഉണ്ടാക്കാം. ഞാൻ വേറൊരു കളറ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കുക. നേരെ ഇങ്ങനെ ഒന്ന് മടക്കുക. വീണ്ടും ഇത് ഭാഗം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തിരിച്ച് ഇവിടെ കൂർത്ത് വരത്തക്ക രീതിയിൽ നമ്മൾ കൂടെ ഈ ക്രാഫ്റ്റൊക്കെ പല ക്രാഫ്റ്റും ചെയ്യുമ്പോഴും പക്ഷെ ഒരു ക്രാഫ്റ്റ് വീണ്ടും ചെയ്തിരുന്നില്ലെങ്കിൽ ആ ക്രാഫ്റ്റ് നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് വീണ്ടും അത് ആ ക്രാഫ്റ്റ് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് നമ്മൾ പെൻസിൽ വെച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഇതിനകത്തൂടെ എടുത്ത് ഈ ചിറകുള്ള ഭാഗം മാത്രം വിട്ടിട്ട് ഇത്രയും നമുക്ക് കറുപ്പിച്ചു കൊടുക്കാം. ഇതുപോലത്തെ ഒരു ബ്രൈറ്റ്നെസ് ആയിട്ടുള്ള പേപ്പറിലാണ് ഏറ്റവും ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിട്ട് ഉത്തമം. ഡാർക്ക്നെസ്സുള്ള പേപ്പറാണെങ്കിൽ നമുക്കൊരു ഭംഗി കിട്ടില്ല. ഇപ്പം ഞാൻ അല്പം ഒന്ന് വാട്ടർ കളർ വെച്ചൊന്ന് കറുപ്പിച്ചു കൊടുക്കുകയാണ്. ഈ സ്കെച്ച് പെണ്ണ് പഴയതായതുകൊണ്ടായിരിക്കും നമ്മൾ വിചാരിക്കുന്ന കളറും എത്തുന്നില്ല. അതുകൊണ്ട് ഞാനൊരു വാട്ടർ കളർ വെച്ച് തന്നെ ഒന്ന് കറുപ്പിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് വലിയ പൊട്ടുകൾ വരച്ചു കൊടുക്കണം. ലേഡി ബഗ് നിറച്ച് പൊട്ടാണ് മേലെ, അത്രയും പൊട്ട് പോലെ ഇരിക്കും. കറുത്ത പൊട്ടാണ്. കറുത്ത ലേഡി ബഗ് ആണെങ്കിൽ വെളുത്ത പൊട്ടായിരിക്കും. ഇങ്ങനെ വരച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ അകത്തോട്ട് മടക്കിയിട്ട് പുറത്തോട്ട് ഒന്ന് മടക്കി കൊടുക്കുക. അതാണ് കൂടുതൽ എളുപ്പം. അല്ലെങ്കിൽ ഒരു പൂട് മടക്കേണ്ടി വരും തിരിച്ചത് തല പുറത്തോട്ട് വരാനായിട്ട്. നമുക്ക് ഇനി ചെയ്യേണ്ടത് അതിൻ്റെ തലയുടെ ഭാഗം ഒന്ന്
കറുപ്പിച്ച് കൊടുക്കാം. തലയുടെ ഭാഗം കറുപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് പുറത്തോട്ട് മടക്കി കൊടുക്കാം. ഈ ഭാഗം ഒന്ന് പുറത്തോട്ട് മടക്കി കൊടുക്കാം. തലയുടെ ഭാഗത്ത് നമുക്ക് കുറച്ച് ഡാർക്ക്നെസ് കൂടെ കൊടുക്കാം. നല്ല ഡാർക്ക്നെസ്സാണ് ഈ ലേഡി ബഗിൻ്റെ തല. ലേഡി ബഗിൻ്റെ മൂളാണ്. ഇവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന അടുത്ത ക്രാഫ്റ്റുമായി വീണ്ടും വരും. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.